ഹായ് ഹലോ എല്ലാവർക്കും ഗീതു ശ്രീനി എൻ്റർടൈൻമെൻറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റമായ വെള്ളരിക്ക പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. അതിനായി 500 ഗ്രാം വെയിറ്റുള്ള ഒരു വെള്ളരിക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കട്ട് ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. വെള്ളരിക്ക എല്ലാ സമയത്തും കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഇത് ഇപ്പോൾ നമ്മുടെ പ്രദേശത്തൊക്കെ കൃഷി ചെയ്യപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങാൻ അധികം പൈസയൊന്നും ആവുന്നില്ല. നമ്മുടെ ശരീരത്തിനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഐറ്റം കൂടി തന്നെയാണ് ഇത്. വെള്ളരിക്ക കൊണ്ട് നമ്മൾ പല വിധത്തിൽ പല വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകൾ ഉണ്ടാക്കിയാലും നമ്മളുടെ വെള്ളരിക്ക പുളിശ്ശേരിയുടെ രുചി നമ്മൾക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. അത് പ്രത്യേകിച്ച് സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പുളിശ്ശേരി എന്ന് പറയുന്നത്. ഓണത്തിനൊക്കെ വെള്ളരിക്ക പച്ചടി, വെള്ളരിക്ക കൂട്ട്, അങ്ങനെ പല വിധത്തിൽ നമുക്ക് തയ്യാറാക്കാം. അതിലൊരു ഐറ്റമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി കാണിക്കുന്നത്. അപ്പോൾ ഈ വെള്ളരിക്ക വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ വെള്ളരിക്ക കയ്പുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. കയ്പുണ്ടെങ്കിൽ ഈ വെള്ളരിക്ക നമുക്ക് എടുക്കേണ്ടതല്ല. കാരണം കറി നമുക്ക് കയ്പ് തോന്നിക്കും. അതുകൊണ്ട് വെള്ളരിക്ക കയ്പുണ്ടെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മാങ്ങയും വെള്ളരിക്കയും കൂടി കറി ഉണ്ടാക്കുന്ന സമയത്ത് കയ്പുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷെ ഈ പുളിശ്ശേരി വെക്കുന്ന സമയത്ത് കയ്പുള്ള വെള്ളരിക്ക എടുക്കേണ്ട. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പോൾ കയ്പൊന്നും ഇല്ലാത്ത വെള്ളരിക്ക ആയതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ കഷ്ണങ്ങളും ഒരേ രീതിയിലായിട്ട് കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി മാറിപ്പോവും. നമ്മൾ അവിയലെല്ലാം കട്ട് ചെയ്യും. അവിയലിനൊക്കെ കഷ്ണം കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരേപോലെയാണ് നമ്മൾ കട്ട് ചെയ്യാറുള്ളത്. അതേപോലെ ആയിരിക്കണം എല്ലാ കറികളും തോരനും എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ കഷ്ണങ്ങളും ഒരേ രീതിയിലായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ കട്ട് ചെയ്ത് എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ മൺപാത്രത്തിലാണ് കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഏത് പാത്രത്തിൽ വേണമെങ്കിലും തയ്യാറാക്കാം. കുക്കറിൽ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. കുക്കറിലാവുമ്പോൾ ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതിയാവും. ഇത് ഒരു 10 മിനിറ്റ് ആണ് ഇതിനെ വേവിച്ചെടുക്കുന്ന സമയം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും അല്പം കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് നമുക്കിതൊന്ന് സ്റ്റവ് ഓൺ ചെയ്ത് വേവിച്ചെടുക്കാവുന്നതാണ്. 5 മിനിറ്റ് നമുക്ക് ഇത് ആദ്യം വേവിച്ചെടുക്കാം. അതിനുശേഷം അരപ്പെല്ലാം തയ്യാറാക്കി അതിനുശേഷം ഒരു 5 മിനിറ്റും കൂടി നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്കിത് സ്റ്റവ് ഓൺ ചെയ്ത് വെക്കാം. കുക്കറിൽ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളരിക്ക ഒരു വിസിൽ മതിയാവും. കുക്കറിനേക്കാളും ഏറ്റവും നല്ലത് ഇതേപോലെ മൺപാത്രങ്ങളിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് കൂടുന്നത്. ഇത് അടച്ചു വെച്ച് നമുക്കൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിനിടയിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാനായി ഒരു മുറി തേങ്ങയും അല്പം നല്ല ജീരകം ആണ് എടുക്കേണ്ടത്, പെരുംജീരകം അല്ല. ഒരു പച്ചമുളക്, 1 സ്പൂണോളം ആവശ്യത്തിന് പച്ചരിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചരിയെല്ലാം ചേർത്ത് കൊടുക്കുന്നത് കറി നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് പച്ചരി ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല വെണ്ണ പോലെ നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്. ആദ്യം അരച്ചെടുക്കുന്നത് അല്പം വെള്ളം ഒഴിച്ച് അങ്ങനെ വേണം അരച്ചെടുക്കാനായിട്ട്. ആദ്യമേ നിറയെ വെള്ളം ഒഴിച്ചാൽ അത് അരഞ്ഞു കിട്ടുകയില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ വെള്ളരിക്ക പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി അരപ്പെല്ലാം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് അല്പം കൂടി വെള്ളം ആവശ്യമാണ്. ജാറ് കഴുകിയ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് ഇളക്കി ഉപ്പെല്ലാം പാകമാണോ എന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്യാം. ഞാൻ നോക്കിയപ്പോൾ അല്പം ഉപ്പ് കൂടി കുറവുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് 5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. മൊത്തം 10 മിനിറ്റ് ആണ് ഇതിൻ്റെ കുക്കിംഗ് സമയം. ഇപ്പം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിനായ തൈര് ഒന്ന് അടിച്ചെടുക്കണം. അത് ഇതിലേക്ക്
ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ആ ചൂടിൽ തന്നെ ഒന്ന് ചൂടായാൽ മതിയാവും. നല്ല രീതിയിൽ തിളച്ചു കഴിഞ്ഞാൽ കറിയുടെ രുചി മാറിപ്പോവുകയും ആ തൈര് ഒഴിച്ചത് പിരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് കറി ലൈറ്റായിട്ട് ഇതേപോലെ ഒന്ന് ചൂടായാൽ മതിയാവും. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് കടുക് വറുക്കാനായി 2 സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കടുകും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂണോളം നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം. അത് നല്ല രീതിയിൽ ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് കൊണ്ടാട്ട മുളക്, അതും ഒരു 6-7 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പൽ മുളക് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അവസാനമായി ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഇനി അതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂട് ആറിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ വെള്ളിരിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും നമ്മുടെ ഓണത്തിന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഓണം അടിപൊളി ആക്കുക. അപ്പം നാളെയും ഇതേപോലെയുള്ള വീഡിയോസായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.